ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തുടരാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമില്ല എന്നും കോടതി വിധി പ്രഖ്യാപിച്ചപ്പോൾ സാമാന്യമായും ചെയ്യേണ്ടിയിരുന്നത് ഇന്ദിരാഗാന്ധിക്ക് പകരം വേറൊരാളെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് തീരുമാനിച്ച് പാർലമെന്ററി വ്യവസ്ഥ തുടരണമായിരുന്നു. പക്ഷെ അതല്ല ചെയ്തത്. ഇന്ദിരാഗാന്ധിയുടെ ഭരണവർഗത്തിൻ്റെ, വ്യക്തിപരമായിട്ട് മാത്രമല്ല, ഭരണകൂടത്തിൻ്റെ സർവാധിപത്യം എങ്ങനെ പാർലമെന്ററി വ്യവസ്ഥയ്ക്ക് മേലെ സ്ഥാപിക്കാം എന്നതിനടിസ്ഥാനപ്പെടുത്തിയുള്ള കൃത്യമായ ഉപദേശവും നിലപാടുമാണ് പിന്നീട് സ്വീകരിക്കപ്പെട്ടത്. ദിവസം കഴിയുമ്പോഴേക്കും ഭരണകൂടത്തിൻ്റെ വർഗഘടനയിലൊന്നും ഒരു മാറ്റവും സംഭവിച്ചില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത. ഘടനാപരമായ മാറ്റമൊന്നും ഉണ്ടായില്ല. ഇന്ത്യയിലെ സമ്പന്നരുടെ സമ്പത്ത് കുന്നുകൂട്ടാൻ സാധിക്കുന്ന പ്രക്രിയയിലും മാറ്റം വന്നില്ല. ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക എന്ന മുതലാളിത്ത പ്രതിസന്ധിക്കും മാറ്റമുണ്ടായിട്ടില്ല. ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പാർലമെന്ററി വ്യവസ്ഥക്ക് പകരം അർദ്ധഫാസിസത്തിലേക്കുള്ള യാത്രയാണ് നടന്നത്. ഈ അർദ്ധഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം അതിൻ്റെ തന്നെ കൂടപ്പുറപ്പായിട്ട് ഇന്ത്യയിൽ വിവിധ മേഖലകളിൽ, കേരളത്തിലുൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് സ്വാഭാവികമായും അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചത്. ഞങ്ങളൊക്കെ നന്നേ ചെറുപ്പമുള്ള കാലമാണ്. കേരള സോഷ്യലിസ്റ്റ് യുവജന ഫെഡറേഷൻ എന്ന KSYF സംഘടനാ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന, താലൂക്ക് ജില്ലാതല പ്രവർത്തനത്തിൽ ഇടപെട്ട് നിൽക്കുന്ന ഘട്ടമാണ്. അപ്പോൾ അടിയന്തരാവസ്ഥയുടെ കാളരാത്രികളിൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജൻ ഉൾപ്പെടെയുള്ളവരുടെ, വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ നിരവധി ആളുകളുടെ കൊലപാതക ശൃംഖലകളെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് നാടിനെ പരിചയപ്പെടുത്തിയത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അടിയന്തരാവസ്ഥ അവസാനിച്ചതിന് ശേഷം KSYF-ന്റെ നേതൃത്വത്തിൽ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു വാഹന പ്രചരണ ജാഥ വൈക്കം മിഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, വൈക്കം മിഷൻ കൂടിയുണ്ട്. വൈക്കം മിഷന്റെ അന്നത്തെ പ്രസംഗം എന്ന് പറയുന്നത് താരതമ്യം ചെയ്യാൻ മറ്റൊരു പ്രസംഗമില്ലാത്ത ഒന്നാണെന്നും ഈ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. കോരിച്ചൊരിയുന്ന മഴ, ആ മഴയത്തും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആ ജാഥയെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ശ്രദ്ധേയമായ രീതിയിൽ ജനങ്ങൾ എന്തൊക്കെയാണ് അടിയന്തരാവസ്ഥയിൽ സംഭവിച്ചത് എന്നറിയാൻ, കാണാൻ, കേൾക്കാൻ കാത്തിരിക്കുകയും ആ ജാഥയിലാണ് ഈ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കൃത്യമായി അവതരിപ്പിക്കുന്നത്. കിരാതപർവം എന്ന ഒരു പുസ്തകം KSYF അതിനുശേഷം ഈ ജാഥയിൽ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ചേർത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി.
എന്നാൽ അടിയന്തരാവസ്ഥയുടെ ആ ഘട്ടത്തിൽ തന്നെ, അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ സഖാവ് പിണറായിയെ അറസ്റ്റ് ചെയ്ത് ഇവിടെ പറഞ്ഞതുപോലെ കൂത്തുപറമ്പ് ലോക്കപ്പിലിട്ട് ശരീരമാസകലം ഒരു ഇഞ്ച് പോലും വിടാതെ മൃഗീയമായിട്ട് മർദ്ദിച്ചു. കമിഴ്ന്ന് കിടന്ന സഖാവ് പിണറായിയെ മല്ലന്മാരായ പോലീസുകാരെല്ലാം ശ്രമിച്ചിട്ടും മറത്തി എടുക്കാൻ സാധിച്ചിട്ടില്ല. അടിച്ച് കാലൊക്കെ അടിച്ച് പൊട്ടിക്കുകയും അതിൻ്റെ പാടുകൾ ഇപ്പോഴും പിണറായിയുടെ ശരീരത്തിൽ ഉണ്ട്. എത്രയോ ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു, നിരവധി ആളുകളെ തല്ലിച്ചതച്ചു. ഇതെല്ലാം പുതിയ തലമുറ കാണുമ്പോൾ ഇനി ഈ പ്രസ്ഥാനത്തിലേക്ക് ആരും തന്നെ കടന്നു വരില്ല. ഈ അർദ്ധ ഫാസിസ്റ്റ് രീതിയിലുള്ള കടന്നാക്രമത്തിൻ്റെ അനന്തരഫലം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്ന് ഈ നിരന്തരമായ പീഡനത്തിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസ്ഥാനത്തിലേക്ക്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരില്ല എന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്നത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃനിര മുഴുവൻ രൂപപ്പെട്ടു വന്നത് അടിയന്തരാവസ്ഥയുടെ ഊർജത്തിൽ നിന്നാണ്. ഞാനിനി ഓരോരുത്തരുടെയും പേരൊന്നും പറയേണ്ട കാര്യമില്ല. അടിയന്തരാവസ്ഥയെ അഭിമുഖീകരിച്ച് എന്തിനേയും കൂസാതെ മുന്നോട്ടേക്ക് പോകാനുള്ള ഊർജ്ജമുണ്ടല്ലോ, ഒരു കരുത്ത്. ആ കരുത്ത് നേടിയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് നിന്നവരാണ് ഇന്നത്തെ CPIM-ൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ പ്രമുഖരായ നേതൃനിരയാകെ. എല്ലാ പോരാട്ടങ്ങളെയും അടിച്ചമർത്താനാവുമെന്ന ധാരണ എല്ലാ അർത്ഥത്തിലും ഭീകരാക്രമണത്തിന് വിധേയപ്പെടുത്തിയിട്ട് ഒതുക്കി നിർത്താം എന്ന അവരുടെ ധാരണ, അവരുടെ വിശ്വാസം, അത് നടക്കില്ല എന്ന് ഇന്ത്യയും കേരളവും സാക്ഷ്യപ്പെടുത്തുകയും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ, പ്രത്യേകിച്ച് CPIM-ൻ്റെ കരുത്തുറ്റ പോരാളികളായി മുമ്പോട്ടേക്ക് വരികയും ചെയ്തത് ഈ അടിയന്തരാവസ്ഥയുടെ ഊർജം ചേർത്തുകൊണ്ടാണ് എന്ന് ഞാനതുകൊണ്ടാണ് ഗൗരവവും പറഞ്ഞു വെച്ചത്. ഞാനതിൻ്റെ അനുഭവങ്ങളിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കും. ഒറ്റ ഒരു കാര്യം പറയാം. KSYF-ൻ്റെ കേരളത്തിലേക്കും തന്നെ ആദ്യത്തെ രക്തസാക്ഷിയാണ് കുടിയാമലയിലെ സഖാവ് സുകുമാരൻ. ആഗസ്റ്റ് 2 സുകുമാരൻ്റെ രക്തസാക്ഷി ദിനം. 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഭീതിജനകമായ അവസ്ഥ. ഇത്തരത്തിലുള്ള നിലപാടിനെതിരായിട്ട് പ്രതിഷേധം നടത്താൻ പാർട്ടി തീരുമാനിച്ചു. തലമുതിർന്ന നേതാക്കൾ തന്നെ ഓരോ ഏരിയയിലും അതിന് നേതൃത്വം കൊടുത്തു. നേതൃത്വം കൊടുത്ത ഓരോരുത്തരെയും പിടിച്ചുകൊണ്ടുപോയിട്ട് ജയിലിൽ വെച്ചു. ഇതൊക്കെ വളരെ ചുരുക്കം ദിവസത്തിനിടയിൽ നടന്ന കാര്യമാണ്. അവരൊക്കെ ജയിലിൽ കിടക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആഗസ്റ്റ് 2 കുടിയാമല സുകുമാരൻ രക്തസാക്ഷി ദിനം. KSYF എന്നാലോചിക്കുകയാണ് എന്താണ് ചെയ്യുക.
സാധാരണ വലിയ പ്രകടനവും പൊതുസമ്മേളനവും ഒക്കെ ആയിട്ട് മലയോര മേഖലയിലെ കുടിയാമലയിൽ പരിപാടി സംഘടിപ്പിക്കുന്നതാണ്. അന്നത്തെ KSYFന്റെ യൂണിറ്റുകളിൽ സുകുമാരൻ ദിനത്തിന്റെ ഭാഗമായിട്ട് പ്രകടനം സംഘടിപ്പിക്കുന്നതാണ്. അന്നത്തെ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് കുടിയാമലയിൽ പോയി പുഷ്പാർച്ചനയും പതാക ഉയർത്തലും ഒരു പാർട്ടി ക്ലാസ് എന്ന് പറഞ്ഞാൽ KSYFന്റെ ക്ലാസ് നടത്താൻ തീരുമാനിച്ചു. EP ജയരാജനും ഞാനും നേരത്തെ തന്നെ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട്, ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലമാണ്. തളിപ്പറമ്പിൽ നിന്ന് ശ്രീകണ്ഠാപുരത്ത് നിന്ന് ചെമ്പേരി നടന്ന് കുടിയാമല. അങ്ങനെ കുടിയാമലയിൽ ഞങ്ങളെത്തി. അവിടെ ഒരു മനുഷ്യനും കണ്ടാൽ കൊണ്ടുന്നില്ല, നല്ല പരിചയമുള്ളവർ. ഞങ്ങൾ പോയാൽ ചിലപ്പോഴൊക്കെ താമസിക്കുന്ന അധ്യാപകർ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. ക്വാർട്ടേഴ്സ് അടച്ചിരിക്കുകയാണ്. പൂർണ്ണമായ നിശബ്ദത. ഞങ്ങളവിടെ എത്തിയതിന് ശേഷമാണ് ചില ആളുകളെല്ലാം ചേർത്ത് ആ സ്മാരക മന്ദിരത്തിൻ്റെ പുലി കയറി കിടക്കുന്ന, കാട് കയറി കിടക്കുന്നതെല്ലാം വൃത്തിയാക്കി. രാവിലെ കുറേ ആളുകൾ എത്തിച്ചേരുകയും അവിടെ പതാക ഉയർത്തുകയും സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും അതിനുശേഷം KM ജോസഫ് എന്ന പാർട്ടി നേതാവിൻ്റെ വീട് അതിനടുത്ത് തന്നെയാണ്, ഒരു കുന്നിൻ്റെ മേലെ. അവിടെ ക്ലാസ് നടത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് താഴെ പോലീസ് കുന്നു കയറി വരുന്ന കാഴ്ച ഞങ്ങൾ കാണുന്നു. പോലീസുമായിട്ടുള്ള ഏത് തരത്തിലുള്ള ഏറ്റുമുട്ടലും ഒന്നും പരിചയമില്ലാത്ത പുതിയ കേഡർമാരാണ് അവിടെ ഈ കുടിയാമല മലയോര പ്രദേശത്തുള്ളത്. ഞാനും ജയരാജനും കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാം പോകാൻ പറഞ്ഞു, പിരിഞ്ഞു വന്നു. ക്ലാസ് വഴിക്ക് വെച്ച് അവസാനിപ്പിച്ച് പിരിയാൻ പറഞ്ഞു. പക്ഷെ ആളുകൾ പിരിയുന്നില്ല. പോലീസ് അവിടെ എത്തിച്ചേരുകയാണ്. അവർ നടന്നു തന്നെയാണ് വരുന്നത്. അവിടെ എത്തിയപ്പോഴും തന്നെ അവർ അടി ആരംഭിച്ചു, ലാത്തിച്ചാർജ്. ഞങ്ങൾ പറഞ്ഞിട്ട് പോവാതിരുന്ന അവിടെയുള്ള സഹാക്കൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. കുറേ ആളുകൾ ഓടി രക്ഷപ്പെട്ടു. ജയരാജനെയും എന്നെയും KM ജോസഫിനെയും മാത്യു ചേട്ടനെയും അവിടെ നിന്ന് പിടിച്ച് ടൗണിൽ കൊണ്ടുപോയി. ടൗൺ എന്ന് പറഞ്ഞാൽ വലിയ ടൗണൊന്നുമല്ല, ചെറിയ ടൗണാണ്. അവിടെ ആ ടൗണിലിട്ട് ജനങ്ങൾ കാണണം, ഇവിടെ ഒരാളെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന താക്കീതിൻ്റെ ഭാഗമായിട്ട് ജയരാജനെയും എന്നെയും ഉൾപ്പെടെ അവിടെ നിന്ന് അടിച്ചു. പിടിച്ചപ്പോൾ അവിടെ നിന്ന് തല്ലി, പിന്നീട് അവിടെ കൊണ്ടുപോകും. ആ അടിയുടെ അടിസ്ഥാനപരമായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഭീതിയാണ്. ഒരാളെയും ഞങ്ങൾ വെറുതെ വിടുന്നില്ല എന്ന്. അവിടെ നിന്ന് ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനിലേക്ക്, ലോക്കപ്പിലേക്ക്, ഞാനതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല, നേരെ തലശ്ശേരി സബ് ജയിലിലേക്ക്. 10-22 വയസ്സേ ഉള്ളൂ എന്ന് കണ്ടപ്പോൾ ഞാനപ്പോൾ അധ്യാപകനാവുകയും ചെയ്തതാണ്. ഞങ്ങൾ 5 പേര്. അപ്പോൾ ഒരാളുണ്ടായിരുന്നു, വഴിക്കുന്ന ഒരാളെ കുട്ടി, ആരാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോഴും അവിടെ ആ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സായിബാബയെ പോലെ മുടിയുള്ള ഒരാളുണ്ടായിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരൊന്നും പരിചയപ്പെട്ടിട്ടില്ല. പോലീസുകാർ ആ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് പോയിട്ട് മൊട്ടയടിച്ചു. ആ മൊട്ടയാണ് ഞങ്ങളോടൊപ്പം ഈ ജീപ്പിൽ കയറിയിട്ടില്ല. ആർക്കും അറിയുന്നില്ല, ജോസഫിനും അറിയുന്നില്ല, ആരാ ഇയാളെന്ന് മനസ്സിലാകുന്നില്ല. ശ്രീകണ്ഠാപുരത്ത് എത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് കുഞ്ഞുഞ്ഞാണെന്ന്. കുഞ്ഞുഞ്ഞെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അയാളുടെ വലിയ അതിന് ശേഷം ഞാൻ അങ്ങനെ ഒരു മുടി കണ്ടില്ല. സായിബാബേൻ്റെ മുടിയേക്കാളും വലിയ മുടിയാണ്, അത്ര വലിയ ഒരു മുടിയാണ് അയാൾക്കുള്ളത്. അങ്ങനെ ബ്രഷ് പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അത് മുഴുവൻ കൊണ്ടുപോയിട്ട് പോലീസ് മൊട്ടയടിച്ചിട്ടാണ് കാർ കയറ്റിയത്, ജീപ്പ് കയറ്റിയത്. അങ്ങനെ തലശ്ശേരി സബ് ജയിലിൽ ഞങ്ങളെ അയച്ചു. അവിടെ നിന്നാണ് ആശുപത്രിയിലേക്ക്
പോയത്. അന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു മറ്റുള്ളവർ കുറ്റം സമ്മതിക്കാം. കേസെന്താ അറിയോ? അതാണ് ഇതിനേക്കാളും വലിയ പ്രശ്നം. ഇന്ദിരാഗാന്ധിയെ പുലിയാഴ്ച ചെയ്ത് വിളിച്ചു എന്നാണ് കേസ്. എന്തും പറയും, എന്തും ചെയ്യും എന്നുള്ളതിന് തെളിവല്ലേ അത്? അങ്ങനെ തന്നെയാണ് എഴുതിയത്, ഈ കൊട്ടേഷൻ കൊടുത്തിട്ട് വിളിച്ചത്. ആ കേസിൻ്റെ ഭാഗമായിട്ട് സഖാവ് ജയരാജൻ ഉൾപ്പെടെയുള്ളവരെ ശിക്ഷിച്ചു, അവരെ സെൻട്രൽ ജയിലിലേക്ക് വിട്ടു. അപ്പം ഇങ്ങനെ വിളിച്ചാൽ ഇത്രയേ ഉള്ളൂ ശിക്ഷ എന്ന് മനസ്സിലായി. ഞാൻ പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് കേസ് നടത്തി. കുഞ്ഞൻ നായരാണ് കേസ് കൈകാര്യം ചെയ്തത്. പ്രമുഖനായ വക്കീലാണ്, പഴയ EMS-ൻ്റെ സെക്രട്ടറി. കുഞ്ഞൻ നായർ വാദിക്കുന്നത് വരെ ഞാൻ ജയിലിൽ തന്നെ കിടന്നു. 4-5 മാസമായപ്പോൾ കേസ് വിധി പറഞ്ഞു. വിധി ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ്. ആ വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ജയിൽ മോചിതനായത്. ഞാനിവിടെ അത് അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അന്ന് ജയിലിൽ കയറിയപ്പോഴും ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അന്ന് തീരുമാനിച്ചു, എന്തും വരട്ടെ, എന്തിനേയും നേരിടാനുള്ള ഒരു മാനസിക കരുത്ത്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്, വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത്. ഒരു മാനസിക കരുത്ത് ഞങ്ങൾ നേടിയത് അത് ഇന്നും തുടരുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരാൾക്കോ രണ്ടാൾക്കോ ഉള്ള ഒരു അനുഭവമല്ല. ഇങ്ങനെയുള്ള ഒരു അമിതാധികാര വാഴ്ച, പ്രത്യേകിച്ച് ഒരു അർദ്ധ ഫാസിസ്റ്റ് രീതിയിലുള്ള നിലപാട്, അതിൻ്റെ തുടർച്ചയായിട്ട് വർത്തമാന കാലഘട്ടത്തിലും ഇതേ രീതി തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അതിനേക്കാൾ അപകടകരമായ അവസ്ഥയിലേക്ക്, അതേ രീതിയിൽ ഇനി പോകില്ല. അതിനേക്കാൾ അപകടകരമായ രീതിയിൽ ഇനി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. ലോകത്തെ എല്ലാ സ്ഥലത്തുമുള്ള അനുഭവം അതാണ്. അതുകൊണ്ട് എല്ലാ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെയും ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞ 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ കൃത്യമായിട്ട് പറഞ്ഞത്, ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മനു സിദ്ധാന്തം, അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഭരണഘടന, ഒരു മതരാഷ്ട്രം അത് സൃഷ്ടിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഭരണാധികാരി വർഗമാണിപ്പോൾ ഇവിടെ ഉള്ളത്. ഭരണം നടത്തുന്ന പാർട്ടിയും ഭരണകൂട സംവിധാനവും അതാണ്. മതനിരപേക്ഷതയും ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളുമെല്ലാം പിച്ച് ചീന്തി മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പൗരത്വം പോലും മതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് തീരുമാനിക്കുന്ന നിയമനിർമ്മാണം നടക്കുന്ന ഇന്ത്യൻ പരിതസ്ഥിതിയിൽ വർത്തമാന കാലഘട്ടത്തിൽ ഇതിനേക്കാൾ വലിയ അപകടം ഈ ഇന്ത്യയുടെ മേലെ വന്നു പതിക്കാനുള്ള സാധ്യത, അർദ്ധഫാസിസത്തിൻ്റെ ചിത്രമാണ് മുമ്പ് പറഞ്ഞതെങ്കിൽ നിയോ ഫാസിസത്തിൻ്റെ പുതിയ തലം ഇങ്ങനെയാണ് മെല്ലെ മെല്ലെ കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് കടന്നു വരിക എന്നതിനെ പറ്റിയാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 50ാം വാർഷികം അർദ്ധഫാസിസത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തെ മനസ്സിലാക്കാൻ, പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ അപകടകരമായ നിയോ ഫാസിസത്തിൻ്റെ പുതിയ തലത്തിലേക്ക് ഇന്ത്യൻ സമൂഹത്തെ മാറ്റി തീർക്കുന്നതിന് പോലുള്ള പ്രവർത്തനങ്ങളുമായി ഇന്ത്യൻ ഭരണവർഗം മുന്നേറുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ 50ാം വാർഷികം ആചരിക്കുന്നതിനും ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന അർദ്ധഫാസിസത്തിൻ്റെ പ്രതിരോധത്തിനും നമുക്ക് ഇന്ത്യയിൽ ജനാധിപത്യ ശക്തികൾക്ക് സാധിക്കും എന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് നമ്മളിലെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏത് പ്രതികൂല പശ്ചാത്തലത്തെയും, ഏത് അപകടകരമായ രീതിയിലുള്ള ഭീകരതയെയും, നവഫാസിസത്തിൻ്റെ രീതിയിലുള്ള കടന്നാക്രമങ്ങളെയും എല്ലാം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിരോധ നിര ഇന്ത്യയിലുടനീളവും അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രമായ ഈ കേരളത്തിൽ തീർക്കാൻ ഉതകുന്ന രീതിയിലുള്ള വർത്തമാന കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് AKG ഗവേഷണ കേന്ദ്രം ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റ് വിശദാംശങ്ങളെല്ലാം ഇവിടെ പരാമർശിക്കപ്പെടുമെന്നുള്ളതുകൊണ്ട് ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല.